ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാളുടെ മൊബൈൽ ഫോൺ മിസ്സാവുന്നു. ആ സമയം റുക്കു എന്ന ഇവൾ കണ്ണൻ എന്ന് പറയുന്നവനെ സംശയിക്കുന്നു. എന്നാൽ ബസ്സിൽ നിന്നും തന്നെ ആ മൊബൈൽ കിട്ടുന്നു. പിന്നീട് ഇവർ രണ്ടുപേരും നല്ല കമ്പനിയാവുന്നുണ്ട്. അടുത്ത ദിവസം അറിവ് അണ്ണൻ നിന്റെ ജോലി എന്റെ ലവറായ കൽപ്പനയുടെ ഹോട്ടലിലാണെന്ന് പറയുന്നുണ്ട്. അവിടെ വെച്ച് അവളെ കയ്യിലെടുക്കാൻ അണ്ണന്റെ ചില അഡാർ ഡയലോഗും. പിന്നീട് ഒരു ദിവസം അറിവ് അണ്ണൻ ഒരു ലോട്ടറി എടുക്കാൻ പറയുന്നുണ്ട്. എന്നാൽ കണ്ണന്റെ നമ്പറിനെ അവൻ കളിയാക്കുന്നു. എന്നാൽ അത് അവൻ സൂക്ഷിച്ചു വെക്കുന്നു. റുക്കു താമസിക്കുന്നത് അവളുടെ സ്റ്റെപ്പ് ഫാദറിന്റെ കൂടെയായിരുന്നു. എന്നാൽ അയാളുടെ സ്വഭാവം വളരെ മോശപ്പെട്ടതായിരുന്നു. അവളുടെ അച്ഛനും അമ്മയും മരണപ്പെട്ട ശേഷം അയാൾ ഇവളുടെ പേര് ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല. എന്നാൽ കോടികൾ തന്നാൽ ഞാൻ ഒഴിഞ്ഞു പോകാമെന്ന് സ്റ്റെപ്പ് ഫാദർ പറയുന്നുണ്ട്. അതിനുള്ള പൈസ ഉണ്ടാകാനാണ് റുക്കു കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം റുക്കു വർക്ക് ചെയ്യുന്ന ഷോപ്പിന്റെ ഓണർ സ്റ്റാഫിനോട് ഇത്ര പൈസയുടെ ഡ്രസ് വിറ്റ് പോയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമായിരുന്നു കണ്ണന്റെ എൻട്രി. അങ്ങനെ അവൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ 10 മിനിറ്റിൽ ഡ്രസ് വാങ്ങാൻ പൈസയായി വരാമെന്ന് പറഞ്ഞ് അവന് പോകുന്നു. എന്നിട്ട് അവന്റെ ബോസിനെ കോളാക്കിയപ്പോൾ അവൻ പൈസ തരില്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അറിവണ്ണന്റെ പണി വലിയ ബിസിനസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ അവന്റെ പണി കുപ്പക്കാരൻ്റെതായിരുന്നു. അങ്ങനെ റുക്കുവിനോട് പറഞ്ഞ പൈസ ഒപ്പിക്കാൻ ധർമ്മ എന്ന് പറയുന്നവന്റെ അടുത്തെത്തുന്നു. അവിടെ വെച്ച് കണ്ണൻ ഷീറ്റ് കളിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ധർമ്മ എത്തുന്നു. അവൻ നൽകിയ 1 കോടി രൂപയ്ക്ക് ഷീറ്റ് കളിക്കുന്നു. ജയിച്ചാൽ ഡട്ടി കിട്ടുമെന്നായിരുന്നു ധർമ്മ പറഞ്ഞത്. എന്നാൽ ധർമ്മ കള്ളക്കളിയിലൂടെ കണ്ണനെ തോൽപ്പിക്കുന്നു. ശേഷം ഒരു വീക്കിനുള്ളിൽ ബെറ്റ് വെച്ച 1 കോടി കിട്ടിയിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ജീവനോടെ തിരിച്ചു പോകില്ല എന്ന് പറയുന്നു. എന്നാൽ ഇതൊക്കെ അറിഞ്ഞ റുക്കു അവൾ സ്വരൂപിച്ച് വെച്ച പൈസ ധർമ്മക്ക് കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷേ കണ്ണൻ ബാങ്കിലേക്ക് വരുന്ന പണം കൊള്ളയടിക്കാൻ തീരുമാനിക്കുന്നു. അതിനായി അറിവ് അണ്ണനെയും കൂടെ കൂട്ടുന്നു. അങ്ങനെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആ റോബറി സക്സസ് ആവുന്നു. എന്നാൽ ഒരു പോലീസുകാരന്റെ കൂടെ മൽപ്പിടുത്തം നടക്കുന്നതിനിടെ കണ്ണന്റെ മുഖം അയാൾ കാണുന്നുണ്ട്. അങ്ങനെ അവൻ രക്ഷപ്പെടുന്നു. ഏകദേശം 40 കോടിയുടെ പണം ഇവർക്ക് കിട്ടുന്നുണ്ട്. മറുവശത്ത് പോലീസുകാർ തോക്കിലുണ്ടായ ബുള്ളറ്റിന്റെ DNA ചെക്ക് ചെയ്തപ്പോൾ ധർമ്മ ആയിരുന്നു കുടുങ്ങിയത്. ഇതിന് കാരണം കണ്ണൻ ധർമ്മയുടെ ഗൺ ആയിരുന്നു യൂസ് ആക്കിയത്. ഇങ്ങനെ ഇരിക്കെയായിരുന്നു ആ ലോട്ടറി കൂടെ കണ്ണൻ അടിച്ചത്. എന്നാൽ അത് വാങ്ങിയാൽ പോലീസിന് ഇവന്റെ മുഖം മനസ്സിലാവുന്നത് കൊണ്ട് അത് വാങ്ങാൻ കൽപ്പനയുടെ സഹായം തേടുന്നു. ശേഷം അവളും ബാങ്ക് റോബറി ചെയ്തത് ഇവരാണെന്ന് അറിയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം റുക്കുവിന്റെ സ്റ്റെപ്പ് ഫാദറിനെ ഒരു ഹോട്ടലിൽ വിളിച്ചു വരുത്തി ആ പറഞ്ഞ പൈസ കൊടുക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ അവിടെ വെച്ച് അയാൾക്ക് ബാങ്ക് റോബറി ഇവനാണ് ചെയ്തത് എന്ന് തിരിയുന്നു. കാരണം ഇയാളുടെ പണി പോലീസിലായിരുന്നു. അതുപോലെ അന്ന് ഇവനോടായിരുന്നു മൽപ്പിടുത്തം നടത്തിയത്. അതുകൊണ്ട് സ്റ്റെപ്പ് ഫാദർ ഇവനോട് ആ മുഴുവൻ പൈസയും ആ വീടും റുക്കുവും തനിക്കുള്ളതാണെന്ന് പറയുന്നു. മണ്ടനായ അറിവു ധർമ്മയെ കണ്ടപാടെ കണ്ണനാണ് നിങ്ങളെ കുടിക്കതെന്ന് പറയുന്നു. അങ്ങനെ അവനെ തിരക്കി പോകുന്നു. ശേഷം ഇവർ 4 പേരും ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അതായത് ആദ്യം ധർമ്മയെ റുക്കുവിന്റെ വീട്ടിലെത്തിക്കുക. ശേഷം അവിടെ വെച്ച് കണ്ണൻ അവരെ കൊല്ലും. പിന്നീട് റുക്കു പോലീസ് സ്റ്റേഷനിൽ പോയി തന്റെ സ്റ്റെപ്പ് ഫാദർ തന്നെ ഉപദ്രവിക്കാറുണ്ടെന്ന് പറയും. അങ്ങനെ വീട്ടിലെത്തിയ പോലീസ് ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണവും റുക്കുവിന്റെ സ്റ്റെപ്പ് ഫാദറിനെയും അതുപോലെ മരിച്ച ധർമ്മയുമായിരുന്നു കണ്ടത്. അവിടെ സ്പീക്കറിൽ ഗണ്ണിന്റെ ശബ്ദം ആദ്യമേ കണ്ണൻ സെറ്റാക്കി വെച്ചിരുന്നു. പോലീസ് എത്തിയപ്പോൾ ഈ സ്പീക്കറിൽ ഗണ്ണിന്റെ ശബ്ദം ഉണ്ടാക്കി. റുക്കുവിന്റെ സ്റ്റെപ്പ് ഫാദർ പോലീസിനെ കൊല്ലുമെന്ന് കരുതി പോലീസുകാർ അയാളെ വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ കഥ അവസാനിക്കുന്നു.